സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നാട് ചൂട് കാലത്തിലാണുള്ളത്. ഓരോ വർഷവും നമ്മുടെ നാട്ടിലെ ചൂട് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ചൂട് കൂടി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പലതും നമ്മൾ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ പുറത്തേക്കിറങ്ങാൻ നമുക്കിപ്പോൾ വല്ലാത്ത മടിയായിട്ടുണ്ട്. കുറച്ച് സമയം വെയിലത്തിറങ്ങുമ്പോൾ തന്നെ ശരീരം ക്ഷീണിക്കുന്നു, വിയർക്കുന്നു, ദാഹിക്കുന്നു, മറ്റു പല പ്രയാസങ്ങളും ഉണ്ടാകുന്നു. രാത്രിയിൽ ഫാനില്ലാതെ, AC ഇല്ലാതെ ഉറങ്ങാൻ കഴിയാത്ത വളരെ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അവസ്ഥ നമുക്കിപ്പോഴുണ്ട്. എന്താണ് ഇങ്ങനെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മളും അന്വേഷിക്കുന്നു, ശാസ്ത്രവും അന്വേഷിക്കുന്നു. അവർ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ അറിയിച്ചത് കഴിഞ്ഞ് ഇനി വരുന്ന ഏതാനും ദിവസങ്ങൾ ഇന്ത്യയിലുടനീളം ഉഷ്ണതരംഗങ്ങൾ വല്ലാതെ ഉണ്ടാകുമെന്നും കുറച്ചുകൂടി ചൂട് അധികരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അറിയിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സന്ദർഭത്തിലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ ഗുണപാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് വിശ്വാസം. ചൂട് കൂടുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിശ്ചയിച്ച രൂപത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കും. ചില സന്ദർഭങ്ങളിൽ ചൂടായിരിക്കും, വേറെ ചിലപ്പോൾ മഴയായിരിക്കും, മറ്റു ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും. ഇതൊക്കെ ജീവിതത്തിൽ മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ്. ഇത്തരം അവസ്ഥകളിലൊക്കെ വിശ്വാസി അവന് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കേണ്ടത് എന്ന തീരുമാനമാണ്, അന്വേഷണങ്ങളാണ് അവൻ ഉണ്ടായിരിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചൂടിനെ വല്ലാതെ പ്രയാസപ്പെടുന്നു. ഇപ്പോൾ 149 മില്യൺ ദൂരത്താണ്, കിലോമീറ്റർ ദൂരത്തപ്പുറത്താണ് സൂര്യനുള്ളത്. ആ സൂര്യൻ അത്രയും അധികം കിലോമീറ്ററുകൾ ദൂരെയുള്ള സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. വിയർത്തൊലിക്കുന്നു, വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, സൂര്യാതാപങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നു. ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം വരുന്നുവെങ്കിൽ നാളെ പരലോകത്ത് ഇതിനേക്കാൾ അടുത്ത അവസ്ഥയിൽ സൂര്യൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കാനായിരിക്കണം ഒരു വിശ്വാസിക്ക് സാധ്യമാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, തുദിന ശംസു യൗമൽ ഖിയാമ മിനൽ ഖൽഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിലേക്ക് സൂര്യനെ അടുത്തു കൊണ്ടുവരും. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ, ഒരു മൈല് ദൂരത്താണ് സൂര്യൻ ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ നിലക്കുള്ള ഒരു മൈല് ദൂരമാണോ ഉദ്ദേശിച്ചത്? അതല്ല, മീല് എന്നുള്ളത് കണ്ണ് സുറുമ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സുറുമക്കോലിനും അറബി ഭാഷയിൽ അങ്ങനെ പറയാറുണ്ട്. ആ സുറുമക്കോലിന്റെ അത്രയും ദൂരത്തിലാണോ സൂര്യൻ എന്നത് എനിക്കറിയില്ല എന്ന് ഹദീസ് റിപ്പോർട്ടർ പറയുന്നുണ്ട്. എന്തായിരുന്നാലും സഹോദരന്മാരെ, ആ സൂര്യൻ നമ്മുടെ അത്രയും തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ സൂര്യന്റെ ചൂട് എപ്രകാരമായിരിക്കും? പരലോകത്തിന്റെ അവസ്ഥാവിശേഷത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പരലോകത്ത് അത്രയും അടുത്തായി സൂര്യൻ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മനുഷ്യമഖിലവും അവർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകൻ പറഞ്ഞത്, യുറഖുൻ നാസ് യൗമൽ ഖിയാമ ഹത്താ യദ്ഗബ അറഖഹും ഫിൽ അർളി 70 ദിറാഅൻ. മനുഷ്യൻ അന്ന് പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവന് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച അവസ്ഥയിലാണ് ഉണ്ടാവുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവന്റെ വിയർപ്പ് 70 മുഴം താഴേക്ക്, ഭൂമിയിൽ താഴേക്ക് അവന്റെ വിയർപ്പ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, ഭൂമി കുടിച്ചിട്ടുണ്ടാകുമെന്നാണ്. പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് അങ്ങോട്ടും വിയർപ്പിൽ ഉയരത്തിലാണ് ഉണ്ടാകുന്നത്. ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഞെരിയാണി വരെ വിയർപ്പുണ്ടാകുന്ന ആളുകളുണ്ട്, മുട്ടുവരെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആളുകളുണ്ട്, അരവരെയും നെഞ്ചുവരെയും കഴുത്തുവരെയും മൂക്കറ്റം വരെയും ഒക്കെ വിയർപ്പ് ഉണ്ടാകുന്ന അവസ്ഥാവിശേഷം അവിടെ സംജാതമാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു പരലോകത്തെ ഓർമ്മിക്കാനായിരിക്കണം സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചൂട് നമ്മൾ ചിന്തിപ്പിക്കേണ്ടത്. പരലോകത്തെ ഓർക്കാൻ, നരകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, പരലോകത്തെ അവസ്ഥാവിശേഷത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുവാൻ, അതനുസരിച്ചുകൊണ്ട് ആ പരലോകത്തിന് വേണ്ടി
ഈ ലോകത്തെ ജീവിതം ക്രമീകരിക്കുവാൻ, നന്നാക്കുവാനായിരിക്കണം നമ്മൾക്ക് സാധ്യമാകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തുണ്ടാകുന്ന ചൂടിന്റെ അവസ്ഥാവിശേഷം എന്താണെന്ന് പഠിപ്പിച്ചു. നമുക്കുണ്ടാകുന്ന ഏറ്റവും കഠിനമായ ചൂട്, ഇതെന്തൊരു ചൂടാണ് എന്ന് നമ്മൾ പറയുന്ന, നമ്മൾ ആശ്വാസം കൊള്ളാൻ ആഗ്രഹിക്കുന്ന ചൂട് അതെന്താണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഷ്തഖത്തിൻ നാറു ഇലാ റബ്ബിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുവിന്റെ നരകം എന്ന സൃഷ്ടി അല്ലാഹുവോട് പരാതി പറഞ്ഞു. എന്താണ് പരാതി പറഞ്ഞത്? യാ റബ്ബി അകല ബഅദി ബഅദൻ. റബ്ബേ, എന്റെ നരകം എന്ന എന്നിൽ നിന്നും എന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ ഭക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. അഥവാ ചൂട് കൂടിയിട്ട് അതിന്റെ തീ ആളിക്കത്തിയിട്ട് ആ തീ അധികമായി ചെറിയ തീയെ വിഴുങ്ങുന്ന അവസ്ഥാവിശേഷം, അവിടെയുള്ള നരകത്തിന്റെ തീ അതിന്റെ ആളിക്കത്തിൽ അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന പരാതി നരകം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅദിന ലഹാ ബിനഫസൈനി. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് അതിന്റെ ആ അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ 2 നിശ്വാസങ്ങൾ ഉണ്ടാക്കുവാൻ നരകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ കൊടുത്തു. നഫസിൻ ഫിശ്ശിതാഇ വനഫസിൻ ഫിസ്സൈഫ്. നരകത്തിന്റെ നിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉഷ്ണകാലത്തും മറ്റൊന്ന് ശൈത്യകാലത്തുമാണ്. ചൂടുള്ള കാലത്തും അതേപോലെ തണുപ്പുള്ള സമയത്തും ഒന്ന് ശ്വാസം വിടാൻ നരകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ കൊടുത്തുവെന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഅശദ്ദു മാ തജിദൂന മിനൽ ഹദ്ദി വഅശദ്ദു മാ തജിദൂന മിനൽ സംഹരീർ. നിങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ ചൂടില്ലേ, ഒരു വർഷത്തിൽ നമ്മൾ കാലാവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ ചൂട്, ആ ചൂട് നരകത്തിന്റെ ഉഷ്ണകാലത്തിലെ നിശ്വാസമാണ്, ശ്വാസം വിടലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഭൂമിയിൽ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ തണുപ്പ്, അത് നരകത്തിന്റെ ശൈത്യകാലത്തെ ശ്വാസം വിടലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ ചൂട് എന്ന് പറഞ്ഞാൽ അത് നരകത്തിന്റെ കേവലം ഒരു ശ്വാസം വിടലാണ് എങ്കിൽ, കേവലം ഒരു നിശ്വാസമാണ് എങ്കിൽ ആ നരകത്തിന്റെ കാഠിന്യം എത്രയായിരിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പ്രവാചകനെ പറഞ്ഞു, നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദു ഇബ്ന ആദം. ആദം സന്തതി ഈ ഭൂമിയിൽ കത്തിക്കുന്ന ഏറ്റവും വലിയ തീയില്ലേ, മനുഷ്യനുണ്ടാക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ തീ, ഏറ്റവും വലിയ ചൂടുണ്ടാകുന്ന തീഗോളങ്ങൾ, വലിയ ബിൽഡിങ്ങുകൾ ഇല്ലാതാക്കി കളയുന്ന സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന, നമുക്ക് കാണാൻ സാധ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ തീയില്ലേ, ആ തീയിനെ കുറിച്ച് പ്രവാചകനെ പഠിപ്പിച്ചത് ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ ഹദ്ദി ജഹന്നം. നരകത്തിന്റെ ചൂടിന്റെ 70 ഒരു അംശം മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകന് പറഞ്ഞു, അപ്പോൾ പ്രവാചകനോട് സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വല്ലാഹി ഇൻ കാനത ലകാഫിയതൻ. റസൂലേ, ഈ ചൂട് തന്നെ മതിയാകുന്നതല്ലേ? ഈ ലോകത്ത് നമുക്കുള്ള ചൂട് നമുക്ക് സഹിക്കാൻ സാധ്യമാകുന്നുണ്ടോ? ഒരു തീപ്പെട്ടിക്കൊല്ലി ഉരക്കുന്ന സന്ദർഭത്തിൽ, ഒരു ലൈറ്റർ കത്തിക്കുന്ന സമയത്ത് നമ്മുടെ വിരലിൽ ആ തീയൊന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിരലിന്റെ ചെറിയ ഭാഗം ഒന്ന് പൊള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് ആ വിരൽ കൊണ്ട് എന്തെങ്കിലും കൃത്യമായി കൊണ്ട് ചെയ്യാൻ സാധ്യമാകുമോ? വലത് കൈയിലാണെങ്കിൽ ഒന്ന് പേന പിടിക്കാൻ കഴിയുമോ? ഭക്ഷണം ഒന്ന് കുഴക്കാൻ സാധ്യമാകുമോ? നമ്മൾ ആ കൈ പൊള്ളിയതനുസരിച്ച് കൊണ്ട് എത്ര പ്രയാസപ്പെടും, അത് എത്ര ദിവസം നമ്മൾ അനുഭവിക്കും? അതിനേക്കാൾ വലിയ ചൂടാണെങ്കിൽ, ഒരൽപ്പം നന്നായി കത്തിയിട്ടുണ്ടെങ്കിൽ ആളുകളുടെ അവസ്ഥ എന്താണ്? തീപ്പൊള്ളലേറ്റുകൊണ്ട് മരണപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു കേൾക്കാറുണ്ട്. റസൂലെ, ഈ ലോകത്തെ തീ തന്നെ ഞങ്ങൾക്ക് മതിയാകുന്നതല്ലേ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹാ ഫുദ്ദിലത അലൈഹാ ബി69 ജുസ്അൻ. എങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങൾ മതിയാകുന്നതല്ലേ എന്ന് പറയുന്ന ആ തീയില്ലേ, ആ തീയിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും 69 ഇരട്ടികളായിക്കൊണ്ട് മാറ്റി തീർക്കും. കുല്ലുഹാ മിസ്ലു ഹദ്ദിഹാ. ആ 69 ആക്കിയിട്ട് ആകെ ഉണ്ടാകുന്ന 70 ഓരോന്നിനും നിങ്ങൾ അനുഭവിക്കുന്ന ഇന്നഹാ ലകാഫിയ എന്ന് പറഞ്ഞ അത്രയും അതികഠിനമായ ചൂടുണ്ടായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് ഈ 70 കൂടി കൂട്ടിച്ചേർത്തതാണ് നാളെ പരലോകത്ത് നരകത്തിൽ ഉണ്ടാകുന്ന തീയിന്റെ ചൂട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്കത് എങ്ങനെയാണ് സഹിക്കുവാൻ സാധ്യമാവുക? നരകത്തിന്റെ തീയെ നമുക്ക് എങ്ങനെ സഹിക്കാൻ സാധ്യമാകും?
ഈ ലോകത്തിലെ തീയിന്റെ ചൂട് തന്നെ, ഈ ലോകത്തുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തന്നെ നമുക്ക് സഹിക്കാൻ സാധ്യമാകുന്നില്ല എങ്കിൽ എങ്ങനെയാണ് സഹോദരിമാരെ പരലോകത്തിലെ നമ്മൾക്കുണ്ടാകുന്ന ചൂടിന്റെ കാഠിന്യം നമുക്ക് സഹിക്കുവാൻ സാധ്യമാകുന്നത്? അത് സഹിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ ചൂട് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് പരലോകത്തിലെ ചൂടിൽ നിന്നും ആശ്വാസം കിട്ടാൻ വേണ്ടി പണിയെടുക്കണം എന്നാണ്. തിന്മകൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നുവെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഈ ചൂട് നമ്മളെ പഠിപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പരലോകത്തിലെ ചൂട് സഹിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ തിന്മ ചെയ്യാൻ പാടില്ലല്ലോ എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. പരലോകത്തിലെ തീയിനെ കുറിച്ച്, അവിടുത്തെ അവസ്ഥയെക്കുറിച്ച്, അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല. പ്രവാചകൻ പഠിപ്പിക്കുന്നു, ആ നരകം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെയുള്ള ആളുകൾക്ക് ഒരു രക്ഷയും ഉണ്ടാകാത്ത ഇടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഇടം കൈയിന്റെ ആളുകൾ, ഇടതുഭാഗത്തേക്ക് മാറ്റിവെക്കപ്പെടുന്ന ആളുകൾ, ആ ആളുകൾക്കാണ് കത്തിയാളുന്ന നരകശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അവർക്കുണ്ടാകുന്ന തണലി എന്ന് പറഞ്ഞാൽ അത് ചൂടിന്റെ തണല് മാത്രമായിരിക്കും. അവർക്ക് മുകളിലും അവർക്ക് താഴെയും തീ മാത്രമായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അല്ലാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾ അവരെ വെള്ളം കുടിപ്പിക്കണം. ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? ഹമീമൻ, അത് വല്ലാത്ത ചൂടുള്ള, വല്ലാതെ പൊള്ളി തിളക്കുന്ന ചൂടുള്ള വെള്ളമാണത്. ആ വെള്ളം അവന്റെ വയറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ കുടലമാല അത് കത്തിപ്പോകുമെന്ന്, മുറിഞ്ഞു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അത്രയധികം കാഠിന്യമുള്ള വെള്ളമാണ് അവിടെ കുടിക്കാൻ ലഭിക്കുന്നത്. സൂറത്തുൽ കഹ്ഫ് 18-ാം അധ്യായം വെള്ളിയാഴ്ച ദിവസം നമ്മളുടെ പാരായണം ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തില്ലേ, ആ സൂറത്തിന്റെ 29-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ലഭിക്കുന്ന ഒരു പാനീയത്തെ കുറിച്ച് പഠിപ്പിച്ചു. നരകത്തിൽ പ്രവേശിച്ച ആളുകൾ തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വെള്ളത്തെ തേടുന്ന സന്ദർഭത്തിൽ അല്ലാഹു അവർക്ക് വെള്ളം നൽകും. ഒരു വെള്ളവും കുടിക്കാൻ കൊടുക്കില്ല എന്നല്ല അല്ലാഹു പഠിപ്പിച്ചത്. നരകത്തിൽ പ്രവേശിച്ച ആളുകൾ വെള്ളത്തിന് ചോദിക്കുമ്പോൾ അല്ലാഹു വെള്ളം കൊടുക്കും. എന്താണ് ആ വെള്ളത്തിന്റെ പ്രത്യേകത? അത് മുഹ്ല് പോലെയുള്ള വെള്ളമാണ്. യശ്വിൽ വുജൂഹ്, ആ വെള്ളം അവന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അവന്റെ മുഖം കത്തിക്കരിഞ്ഞു പോകുമാറുള്ള വെള്ളമാണ് നരകത്തിൽ ലഭിക്കുക എന്നാണ്. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അത് എത്ര മോശം വെള്ളമാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ചൂടുള്ള വെള്ളം, നമ്മൾ എത്ര ചൂടുള്ള വെള്ളമാണ് കുടിക്കുക? ചായ ഒന്ന് ചൂടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഒരു ചൂടുള്ള ചായ നമ്മൾ വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാവൊന്ന് പൊള്ളില്ലേ? ചായ നമ്മൾ അറിയാതെ ഒരു ഇറക്ക് വായിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ നാവ് പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആ നാവ് പൊള്ളിയ പ്രയാസം നമുക്ക് മാറിക്കിട്ടണമെങ്കിൽ എത്ര ദിവസം എടുക്കും? പിന്നെ കുറെ ദിവസങ്ങളിലേക്ക് ഭക്ഷണത്തെ രുചി നമുക്കറിയാൻ കഴിയുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ എങ്ങനെയൊന്ന് മാറിക്കിട്ടുമെന്ന് നമ്മൾ പ്രയാസപ്പെടാറുണ്ട്. നമ്മുടെ തൊണ്ടയിലേക്ക് ആ ചൂടുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, തൊണ്ടയൊന്ന് പൊള്ളിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുഭവം എന്തായിരിക്കും? എങ്കിൽ അതിനേക്കാൾ ചൂട് വെള്ളം നമ്മുടെ മുഖത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ, മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ മുഖം മുഴുവൻ കത്തിപ്പോകുമാറ് ചൂടുള്ള വെള്ളമാണ് നാളെ പരലോകത്തിൽ ലഭിക്കുക, നരകത്തിൽ ലഭിക്കുക. സഹോദരന്മാരെ, നമുക്കത് സഹിക്കാൻ സാധ്യമാകുമോ? ഒരിക്കലും നമുക്കത് സഹിക്കാൻ സാധ്യമാവുകയില്ല. ആ സഹിക്കാൻ സാധ്യമാകില്ല എന്ന ചിന്തയിൽ നിന്നായിരിക്കണം നമ്മുടെ ഇഹലോകത്തെ ജീവനം നന്നാക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടത്. അതുകൊണ്ട് ആ നരകം തനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലാക്കി കർമ്മങ്ങൾ നന്നാക്കുവാനായിരിക്കണം സഹോദരിമാരെ ഈ ചൂട് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. ചൂട് കൂടുമ്പോൾ അതിനെ പഠിക്കുന്ന അവസ്ഥാവിശേഷമല്ല, അതിന് ചീത്ത പറയുകയില്ല, മറിച്ച് ഈ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് പരലോകത്തെ ചൂട് ഒരിക്കലും സഹിക്കാൻ കഴിയില്ലല്ലോ എന്നാലോചിച്ച് നമ്മുടെ ജീവനം നന്നാക്കാൻ കഴിയേണ്ടതുണ്ട്, നമ്മുടെ സംസാരങ്ങൾ നന്നാക്കാൻ കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്.
നമ്മുടെ പെരുമാറ്റങ്ങൾ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം പറയുന്നുവെങ്കിൽ, ഗീബത്തും നമീമത്തുമായി നമ്മൾ ഇപ്പോഴും നടക്കുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ട് പ്രവാചകന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന വിഷയത്തിൽ നമുക്കിപ്പോഴും വൈമുഖ്യമുണ്ടെങ്കിൽ, നമുക്കിപ്പോഴും അതിൽ വലിയ താല്പര്യമില്ലെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ സ്വന്തം താല്പര്യവും നമ്മുടെ കുടുംബത്തിന്റെ ഇഷ്ടവും ഒക്കെയാണ് നമ്മൾക്ക് ഇപ്പോഴും പ്രാധാന്യമെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെ സ്വീകരിക്കുവാൻ നമ്മൾക്ക് പ്രയാസമുണ്ടെങ്കിൽ, സഹോദരന്മാരെ, നരകത്തിൽ പ്രവേശിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെയോ നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ സന്നദ്ധമായാൽ, നരകത്തിന്റെ ചൂടിനെ നമ്മൾ പേടിച്ചുകൊണ്ട് മാറി ചിന്തിക്കുവാൻ സന്നദ്ധമായി നമ്മുടെ ജീവനം നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാതിരിക്കുന്നത് വലിയ നേട്ടങ്ങളാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ബേജാർ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് നേരെ തിരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അവിടെ ലഭിക്കുന്ന നേട്ടങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ പ്രവേശിക്കുന്നവർക്ക് ചൂട് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ, അവർക്കുള്ള തണലുകൾ ചൂടാണ് എങ്കിൽ, സ്വർഗത്തിൽ ലഭിക്കുന്ന ആളുകൾക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തണലായിരിക്കും അവർ വിട്ടുകൊടുക്കുന്നത് എന്നാണ്. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വളരെ വിശാലമായ തണലും അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്രകാരം കോരിക്കുടിക്കുവാൻ മാത്രമുള്ള അരുവികളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. മസലുൽ ജന്നത്തുല്ലതി ഉഇദൽ മുത്തഖൂൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഉക്ലുഹാ ദായിമുൻ വളില്ലുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, മുത്തഖീങ്ങൾക്കായി അല്ലാഹു ഒരുക്കി വെച്ച ആ സ്വർഗ്ഗമില്ലേ, അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണവും അവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന തണലും അത് എപ്പോഴും നീണ്ടു നിൽക്കുന്നതായിരിക്കും. ദായിമുൻ എന്നാണ്, എപ്പോഴും ഉണ്ടാകുന്നതാണ്, അതൊരിക്കലും മുറിഞ്ഞു പോവുകയില്ല. സ്വർഗത്തിൽ എവിടെ പോയാലും തണലായിരിക്കും, സ്വർഗത്തിൽ എവിടെ പോയാലും തണുപ്പായിരിക്കും, സ്വർഗത്തിൽ എവിടെ പോയാലും ആശ്വാസമായിരിക്കും, സ്വർഗത്തിൽ എവിടെ പോയാലും നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടുന്ന അവസ്ഥയിൽ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന അവസ്ഥാവിശേഷമായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക. എന്നാൽ നരകത്തിലാണെങ്കിൽ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം മാത്രമാണ് നമുക്കുണ്ടാകുന്നത്. ഒരു നേരിയ ആശ്വാസം പോലും നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലാണെങ്കിൽ ആശ്വാസം മാത്രമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വഖീലൻ സലാമൻ സലാമ, സമാധാനത്തിന്റെ വാചകങ്ങൾ മാത്രമാണ് പറയുന്നതും കേൾക്കുന്നതും. അവിടെ എപ്പോഴും സന്തോഷം മാത്രമാണ് ഉണ്ടാകുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ സ്വർഗം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇഹലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അവസരങ്ങളെയും മുതലാക്കിക്കൊണ്ട് അതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടി വരുന്ന ചൂട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെയും നരകത്തെയും ഓർമ്മപ്പെടുത്തുവാനും അതനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും നമ്മയെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ചൂട് നരകത്തെ ഓർമ്മിപ്പിക്കണം, പരലോകത്തെ ഓർമ്മിപ്പിക്കണം എന്നാണ് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളും ചില ചിന്തകളും ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനും അതേപോലെ തന്നെ നമ്മളെ പരലോകത്ത് രക്ഷപ്പെടാനും വേണ്ടിയുള്ള പണികൾ ഈ ചൂടിൽ നമ്മൾ എടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം, നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഒരിക്കലും കാലത്തെ പഴിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തസുബ്ബു അദ്ദഹർ, നിങ്ങൾ ഒരിക്കലും കാലത്തെ പഴിക്കരുത്. കാരണം കാലം എന്ന് ഇന്നമാ അനദ്ദഹർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ തന്നെ ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, അല്ലാഹു ആകുന്നു കാലം എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നശിച്ച ചൂട്, ഇതെന്തൊരു ബടക്ക് കാലാവസ്ഥയാണ് എന്ന രൂപത്തിൽ ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. മറിച്ച് എന്തൊരു ചൂട് എന്ന് നമുക്ക് പറയാം, എന്തൊരു ചൂടാണ് നമുക്ക് അങ്ങനെ പറയാം. എന്നാൽ ഒരു നാശം പിടിച്ച ചൂടാണ് എന്ന് പറയാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൂടുണ്ടാക്കുന്നത്.
അള്ളാഹുവാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ എത്രത്തോളം ചൂടുണ്ടാകണമെന്ന്, ഇവിടെ കാലാവസ്ഥ എങ്ങനെയാകണമെന്ന് നിശ്ചയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ കാലാവസ്ഥ വ്യതിയാനത്തിന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ഓർമ്മപ്പെടുത്തലുകൾ, ഉണർത്തലുകളുണ്ട്. ആ ഉണർത്തലുകൾ സ്വീകരിക്കാൻ വേണ്ടിയും അതേപോലെ റബ്ബിനെ മറക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്താനും പേടിപ്പിക്കാനും വേണ്ടിയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ കാലത്തെ പഴിച്ച് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. ഹലാക്കിന്റെ ചൂട് എന്ന പോലെ വർത്തമാനങ്ങൾ ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് വരാനും വേണ്ടി പാടില്ല. അത് നമ്മൾ വളരെ പ്രധാനത്തെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രണ്ടാമതായി സഹോദരന്മാരെ, ചൂട് കൂടുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നരകത്തിന്റെ ചൂടിൽ നിന്നും നമ്മൾക്ക് രക്ഷത്തേട്ടം അധികരിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, നിങ്ങൾ മൻ സഅലൽ ജന്നത സലാസ മർറാത്ത്, നിങ്ങളിൽ ആരെങ്കിലും 3 വട്ടം സ്വർഗ്ഗത്തെ ചോദിച്ചാൽ സ്വർഗ്ഗം അല്ലാഹുവോട് പറയും, അല്ലാഹുവേ അദ്ഖിൽഹുൽ ജന്ന, ഇവനെ നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന്. വമൻ ഇസ്തജാറ മിനൻ നാരി സലാസ മർറാത്ത്, നരകത്തെ തൊട്ട് 3 വട്ടം ആരെങ്കിലും രക്ഷ തേടിയാൽ നരകം അല്ലാഹുവോട് പറയും, അല്ലാഹുമ്മ അജിർഹു മിനൻ നാർ, അല്ലാഹുവേ അവനെ നീ നരകത്തിൽ കാത്തിരക്ഷിക്കണേ എന്ന് നരകം അല്ലാഹുവോട് പറയുമെന്നാണ്. അപ്പോൾ സഹോദരന്മാരെ, അല്ലാഹുമ്മ അദ്ഖിൽനി ജന്ന, അല്ലാഹുവേ എന്നെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന്. അല്ലാഹുമ്മ അജിർനി മിനൻ നാർ, അല്ലാഹുവേ എന്നെ നരകത്തെ തൊട്ട് നീ രക്ഷിക്കണേ എന്ന് നമ്മൾ 3 വട്ടം അല്ലാഹുവോട് പ്രാർത്ഥിക്കുവാൻ ഈ സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നരകത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഈ ചൂട് കൂടുന്ന അവസ്ഥയിൽ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. നരകത്തെ തൊട്ട് നിരന്തരമായി കൊണ്ട് രക്ഷ നേടുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ചൂട് കൂടുന്ന സന്ദർഭങ്ങളിൽ ദാഹിക്കുന്ന ആളുകൾ ഉണ്ടാകും. അത്തരം ആളുകളെ വെള്ളം കൊടുത്ത് സഹായിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയ്യു സ്വദഖത്തി അഫ്ളൽ, റസൂലേ ഏതാണ് ഏറ്റവും ഉത്തമമായ സ്വദഖ എന്ന് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടി സഖിയുൽ മാ, വെള്ളം കുടിപ്പിക്കൽ എന്നാണ്. ദാഹിച്ചു വരയുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കൽ അത് വലിയ സ്വദഖയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, വെള്ളം തടഞ്ഞു വെക്കുന്നവൻ, ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കാതെ വെള്ളം തടഞ്ഞു വെക്കുന്നവനെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നേരെ നോക്കില്ല എന്നും അവനെ സംസ്കരിക്കില്ല എന്നും അവനോട് സംസാരിക്കില്ല എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരെ ആളുകൾക്ക് പ്രയാസപ്പെടുന്നവർക്ക് വെള്ളം കൊടുക്കാൻ സഹായിക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷികൾക്ക്, ജീവികൾക്ക് വെള്ളം കുടിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ, നനുത്ത കരളുള്ള ഏതൊന്നിനും നന്മ ചെയ്യുന്നത് അതിനൊക്കെ കൂലിയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്കൊക്കെ ആളോട് ചോദിക്കാൻ കഴിയും, പക്ഷേ ജീവികൾക്ക്, പക്ഷികൾക്ക് ആളുകളോട് ചോദിച്ചു വരാൻ കഴിയുകയില്ല. അവർ ദാഹിച്ചു വരഞ്ഞ് ചത്തുപോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ അത്തരം ആളുകൾക്ക്, പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്ന രൂപത്തിലൊക്കെ വീടിന്റെ പുറത്തും തൊടിയിലുമൊക്കെ ഒരു പാത്രത്തിലോ മറ്റോ ഒക്കെ വെള്ളം വെച്ച് പക്ഷികൾക്കും പറവകൾക്കും ജീവികൾക്കും കുടിക്കാൻ കഴിയുന്ന അവസ്ഥാവിശേഷമൊക്കെ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലയ്ക്ക് സഹോദരന്മാരെ, ഈ ചൂടിനെ സംബന്ധിച്ചിടത്തോളം കൂലി ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാക്കി തീർക്കുവാനും അതോടൊപ്പം തന്നെ പരലോകത്തിൽ രക്ഷ നേടാനുള്ള പ്രവർത്തനങ്ങളാക്കിക്കൊണ്ട് ഈ അവസ്ഥയെ മാറ്റി തീർക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, ചൂടിനെ കുറിച്ച് നമ്മുടെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന ധാരാളക്കണക്കിന് മുന്നറിയിപ്പുകൾ ഉണ്ടാകും. ആ മുന്നറിയിപ്പുകൾ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നല്ല, ഇങ്ങനെ ഇന്ന സമയത്ത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്, ഇന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്നിങ്ങനെയുള്ള നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും മാത്രമുള്ള ഈ ചൂടിൽ നിന്നും രക്ഷ കിട്ടാനുള്ള മുന്നറിയിപ്പുകൾ, നിയന്ത്രണങ്ങൾ നമുക്കറിവുള്ള ആളുകളെ പറഞ്ഞു നൽകുമ്പോൾ അത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ഒരിക്കലും ഇസ്ലാം തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാം ഏറെ പ്രാധാന്യത്തിൽ പഠിപ്പിച്ചതാണ്. നമ്മുടെ ആരോഗ്യത്തിന് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇബാദത്തെടുക്കാൻ അത് തടസ്സമായി തീരും. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാനും വേണ്ടി അത്തരം മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ അതിനെ വിലക്കെടുത്തുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കനത്ത ചൂടിൽ നിന്ന് നമുക്ക് ഏവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.